السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم فصل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله تعالى في القرآن الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال سيدنا محمد صلى الله عليه وسلم: لا تقوم الساعة حتى يتقارب الزمان، أو كما قال صدق رسول الله صلى الله عليه وسلم. قال صلى الله عليه وسلم أيضا: يأتي على الناس زمان القابض على دينه كالقابض على جمرة من النار، أو كما قال صدق رسول الله صلى الله عليه وسلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ സയ്യിദ് അവറുകളെ, മറ്റു സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, അറിവിന്റെ പുലരിയിലേക്ക് എന്ന മഹത്തായ ഗ്രൂപ്പിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒന്നുപോയ എല്ലാ സയ്യിആത്തുകളും അല്ലാഹു തആല നമുക്ക് മാപ്പ് ചെയ്തു തരട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിന്റെ ത്വാഅത്തിലായി അല്ലാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സിലായി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയി. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വന്യരായ ഉസ്താദുമാർ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ റമളാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു വിചിന്തനം ആവശ്യമാണ്. ഇനിയുള്ള കാലം ആ റമളാനിൽ ആർജിച്ചെടുത്ത ഊർജവുമായി, എനർജിയുമായി ശിഷ്ടകാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഒരു നിസ്കാരവും ഖളയാക്കാതെ, കളവ് പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, മറ്റുള്ളവരെ വഞ്ചിക്കാതെ നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോക ജനത, വിശിഷ്യ ഇന്ത്യൻ സമൂഹം തന്നെ വളരെയേറെ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളായ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ. അള്ളാഹു അവർക്ക് സമാധാനവും
സംരക്ഷണവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് അല്ലാഹു ജല്ല ജലാലു ഇങ്ങനെ പറയുന്നുണ്ട്: വളറബല്ലാഹു മസലൻ ഖറയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. വളറബല്ലാഹു മസല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ, ഒരു രാജ്യത്തെ ഉദാഹരണമായി പറഞ്ഞു. കാനത് ആമിനതൻ മുത്മഇന്ന, ആ രാജ്യം വളരെ സുരക്ഷിതവും ശാന്തവും സമാധാനവുമായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഗദ മിൻ കുല്ലി മകാനിൻ, അതിലെ ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലാ ഭാഗത്തിലൂടെയും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാ, എന്നിട്ട് ആ രാജ്യം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിച്ചു. ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അപ്പോൾ അവർക്ക് വിശപ്പിന്റെയും ഭയത്തിന്റെയും ഉടയാട അള്ളാഹു ധരിപ്പിച്ചു കൊടുത്തു. ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്ത പ്രവർത്തനം കാരണത്താൽ. വളരെയേറെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ് സൂറത്തുൻ നഹ്ലിലെ 112-ാമത്തെ ഈ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളറബല്ലാഹു മസലൻ ഖറിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ ഉദാഹരണമായി കാണിച്ചു. കാനത് ആമിനതൻ മുത്മഇന്ന, ആ നാട് വളരെ സമാധാനവും ശാന്തിയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും സുരക്ഷിതത്വത്തോടുകൂടെയും കടന്നുപോയ രാജ്യമാണ്. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാഹ്, അവർ അല്ലാഹു ചെയ്ത് കൊടുത്ത നിഅമത്തിൽ അവർ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ എതിര് ചെയ്തു. ആ നിഅമത്തുകളെ കൊണ്ട് അവർ അല്ലാഹുവിനെതിര് ചെയ്തു. അപ്പോൾ ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അല്ലാഹു ജല്ല ജലാലു ഭയത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രത്തെ അവർക്ക് ധരിപ്പിച്ചു കൊടുത്തു. ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്ത ആ നിഅമത്തുകളെ നിഷേധിക്കൽ കൊണ്ട്, അല്ലാഹുവിനെതിര് ചെയ്യൽ കാരണത്താൽ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് ചിന്തിക്കാനുള്ള ആയത്താണ്, ഒരുപാട് ആലോചിക്കാനുള്ള വർത്തമാനമാണ് അല്ലാഹു ജല്ല ജലാലു പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ 6236 ചില്ലാനം ആയത്തുകളാണ് വരുന്നതെങ്കിലും ഇന്നുവരെ വന്നതും ഇനി വരാനിരിക്കുന്നതുമായ സകല കാര്യങ്ങളെയും പ്രതിപാദിച്ച് വിശുദ്ധ ഖുർആൻ ഓരോ സമയത്തും വളരെ മനോഹരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ മനോഹരമായി വർണ്ണിക്കുമാർ വിധത്തിലെ ആയത്ത് അല്ലാഹു കൊണ്ടുവെക്കുന്നുണ്ട്. അല്ലാഹു ചില നാടുകളെ, ചില രാജ്യങ്ങളെ ഉപമയാക്കി വെച്ചിട്ടുണ്ട്. സൗദി, ഒമാൻ, ഖത്തർ, UAE തുടങ്ങി ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ നമുക്ക് പറയാം. അങ്ങനെ വളരെ മനോഹരമായ നാടുകളാണ് അവ. കാനത്ത് ആമിനതൻ മുത്മഇന്ന, ആ രാജ്യം സുരക്ഷിതമായിരുന്നു, പേടിയില്ലാത്ത നിർഭയത്വമുള്ള നാടായിരുന്നു. പക്ഷേ ആ നാടുകളിലേക്ക് അല്ലാഹു ജല്ല ജലാലു ഒരുപാട് നിഅമത്തുകളെ ചെയ്തു കൊടുത്തു. ആ നിഅമത്തുകളെ കൊണ്ട് അവർ ഫകഫറത് ബിഅൻഉമില്ലാഹ്, അല്ലാഹുവിനെതിരെ ചെയ്തു പോയി. അവർക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളെ കൊണ്ട് അവർ അല്ലാഹുവിനെതിരെ ചെയ്തു. ആലോചിച്ചു നോക്കി മുഅ്മിനീങ്ങളെ, സൗദി അറേബ്യയിലാണ് സിനിമാ തിയേറ്റർ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. UAE-യിലേക്കാണ് ക്ലബ്ബുകളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളുമെല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നത്. അർദ്ധനഗ്നകളും നഗ്നകളുമായി നൃത്തം ചെയ്യുന്ന ഹബ്ബുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത്.
വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. എന്തൊരു നല്ല നാടായിരുന്നു ആ നാടുകൾ. പക്ഷേ അവർക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്ത ആ നിഅമത്തുകളെ കൊണ്ട് അവർ അള്ളാഹുവിനെതിരെ ചെയ്തു കൂട്ടിയപ്പോ അള്ളാഹു അവരെ പരീക്ഷിക്കുന്നത് ആലോചിക്കണേ. ഇനി നമ്മളിലേക്ക് കടന്നു വന്നാൽ ഇന്ത്യയിൽ 1 കോടിയിലധികം വരുന്ന പ്രവാസികളാണുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം. കേരളത്തിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഗൾഫ് നാടുകളിലെ പ്രവാസികളായി കഴിഞ്ഞുകൂടുന്നത്. ആ ഗൾഫ് നാടുകളിലെ പൈസ കൊണ്ടല്ലേ മുഅ്മിനായ സഹോദരി സഹോദര ആലോചിക്കേണ്ടത്. 970-കൾക്ക് ശേഷം കേരളത്തിൽ സാമ്പത്തികമായി അഭിവൃദ്ധി കടന്നു വരാനുള്ള ഏക കാരണം ഗൾഫ് നാടുകളിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളാണ്. 990-ന് ശേഷം കേരള ജനത പട്ടിണി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ അത്യപൂർവം വരുന്ന കാര്യങ്ങളാണ്. വളരെയേറെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടതാണ്. ഗൾഫ് നാടുകളിൽ അള്ളാഹു ആ ഗൾഫ് നാടുകളിലെ സാമ്പത്തിക സ്രോതസ്സുകൾ വന്ന് ആ സാമ്പത്തിക സ്രോതസ്സുകളിലൂടെ നമ്മുടെ കേരളത്തിലേക്കും പൈസ വന്നു. ആ പൈസ കൊണ്ട് അള്ളാഹുവിനെതിരെ ചെയ്തു കൂട്ടിയിട്ടില്ലേ സഹോദരി സഹോദര നമ്മൾ? ഈ അടുത്ത കാലത്ത് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് കയ്യും കണക്കുമുണ്ടോ? എത്രത്തോളം നിഅമത്തുകളാണ് അള്ളാഹു ചെയ്തു തന്നത്. ആ നിഅമത്തുകളെ കൊണ്ട് അള്ളാഹുവിനെതിരെ ചെയ്തു പോയി കൊണ്ടിരിക്കുന്ന കാലമാണ്. ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിനെ അവർ നിഷേധിച്ചു, അവർ അള്ളാഹുവിനെതിരെ ചെയ്തു. എന്തൊരു വർത്തമാനമാണ് അള്ളാഹു പറഞ്ഞു വെച്ചത്. അത് കാരണത്താൽ അത് കാരണത്താൽ, ഏത് കാരണത്താൽ? ഫ എന്നുള്ള അക്ഷരം അള്ളാഹു വെറുതെ കൊടുത്തതല്ല. അത് കാരണത്താൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിച്ചപ്പോൾ കഫറത്ത് ബി അൻഉമില്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിച്ചപ്പോൾ, അനുഗ്രഹങ്ങൾ കൊണ്ട് എതിര് ചെയ്തപ്പോൾ അദാഖഹല്ലാഹു ലിബാസൽ ഖൗഫി വൽ ജൂഅ്, അള്ളാഹു പേടിയിട്ട് തന്നിട്ടുണ്ട്, അള്ളാഹു വിശപ്പ് തന്നിട്ടുണ്ട്, തന്നുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കേവലം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നുള്ള രാജ്യങ്ങളുമായിട്ടുള്ള 12 ദിവസം കൊണ്ടുള്ള യുദ്ധമാണ്. ഇപ്പൊ ഒരുപാട് ദിവസമായി. കേവലം 12 ദിവസം ആ യുദ്ധം നീണ്ടപ്പോൾ നമ്മുടെ രാജ്യത്തിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ വീടുകളിലെ അടുക്കളയിലേക്ക് വരെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എത്തിയിട്ടില്ലേ? ഗ്യാസ് ഇന്നില്ല. ഗ്യാസ് ഇല്ലാത്തതിന് കാരണത്താൽ കേരളത്തിൽ പകുതിയിലധികം ഹോട്ടലുകളും അടച്ചുപൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് ഗ്യാസ് ഇല്ലാതെ പ്രയാസങ്ങൾ കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്രോളിന് ചില പമ്പുകളിൽ 5.5 രൂപ വരെ പെട്രോളിന് വില അധികരിപ്പിച്ചിട്ടുണ്ട്. കേവലം 12 ദിവസം നീണ്ടപ്പോഴേക്ക്. ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹു ആരാണ്? അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ കൊണ്ട് അവനെതിരെ ചെയ്താൽ അള്ളാഹു വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട സഹോദരി സഹോദര. ആലോചിക്കാനാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ഓരോന്നും വിശ്വാസികൾക്ക് പാഠമുണ്ട്. ഇതെല്ലാം അള്ളാഹു ജല്ല ജലാലു പറഞ്ഞു വെച്ചതാണ്. വളരെ വ്യക്തമായി, ക്രിസ്റ്റൽ ക്ലിയർ ആയി അള്ളാഹു ഓർമ്മപ്പെടുത്തി തന്ന വർത്തമാനമാണ്. ഈ ആയത്ത് ഒരിക്കലും മറന്നു പോകരുത്. ഈ ആയത്തും അതിന്റെ വിശദീകരണവുമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അള്ളാഹു നമ്മുടെ ഖൽബ് തുറന്നു തരട്ടെ. അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അവനെതിരെ ചെയ്തു പോയിട്ടില്ലേ? സമ്പത്ത് അള്ളാഹു തന്നതല്ലേ? ആരോഗ്യം അള്ളാഹു തന്നതല്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെതിരെ ചെയ്തു പോയിട്ടില്ലേ നമ്മൾ? ഒരു കല്യാണം വരുമ്പോ, ഒരു എൻഗേജ്മെന്റ് വരുമ്പോ ആർഭാടത്തിലും ആനന്ദത്തിലും അള്ളാഹുവിനെതിരെ ചെയ്തു കൂട്ടിയുമാണ് കഴിച്ചു കൂട്ടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു വെറുതെ വിടില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും അഭിസംബോധന ഈ അടുത്ത ദിവസങ്ങളിൽ ചെയ്തത് ലോക്ക്ഡൌണിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരാൻ പോകുന്നുണ്ട് എന്നാണ്. ലോക്ക്ഡൌണിൽ പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ സാധന സാമഗ്രികളുണ്ട്. ഇന്ന് ആ സാധന സാമഗ്രികൾ പോലും കിട്ടാത്ത, അല്ലെങ്കിൽ അതിസാമ്പത്തിക രൂക്ഷം വരാൻ പോകുന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് അവനെതിരെ ചെയ്താൽ 2 പരീക്ഷണമാണ് വരാൻ പോകുന്നത്.
ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ഖൗഫ്, പേടിയാണ്. പടച്ചോനെ ഇനി എന്താ ആവുക, ഗ്യാസ് കിട്ടാനില്ല, ബുക്ക് ചെയ്തിട്ട് കാലമായി, ഇനി എന്താണ് ചെയ്യുക? ഹോസ്പിറ്റലുകളിലെ ക്യാൻറ്റീനിൽ പോലും വർക്ക് ചെയ്യുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹോസ്റ്റലുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അധികവും ബാധിക്കുന്നത് ഹോസ്റ്റലുകളും ഹോസ്പിറ്റലുകളും അതുപോലെ ക്വാർട്ടേഴ്സുകളുമാണ്. അടുപ്പ് പോലും നമ്മുടെ നാട്ടുകൾ എടുത്തുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിറക് കത്തിക്കാൻ അറിയാത്ത കാലമാണ്. നിങ്ങളായ സഹോദരി സഹോദര, കാരണമെന്തേ? വല്ലറബല്ലാഹു മസലൻ ഖറിയ കാനത്ത് ആമിനത്തും മുത്മഇന്ന, എന്തൊരു സന്തോഷമുള്ള നിർഭയത്വമുള്ള നാടായിരുന്നു നമ്മുടെ നാട്. പക്ഷേ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളെ കൊണ്ട് അവരെതിര് ചെയ്തു പോയപ്പോൾ ഫകഫറത് ബിഅൻഉമില്ലാഹ് ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ഖൗഫ്. എല്ലാരും വിളിച്ചു പറയണത്, ഉസ്താദെ ദുആ ചെയ്യണം, മകൻ ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്, സഹോദരൻ ഗൾഫിലാണ്, ഉപ്പ ഗൾഫിലാണ് തുടങ്ങിയ വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ പ്രയാസത്തിലാണ്. തലക്ക് മുകളിലൂടെ മിസൈൽ പായുന്നു. ഉസ്താദേ പേടിയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല. അവിടുന്ന് തിരിച്ചു പോരാനും കഴിയുന്നില്ല. സാമ്പത്തികമായി കടത്തിലാണ്. ഇനിയും കടത്തിന്റെ മേൽ കടമാകും. എന്താ ചെയ്യ? ആകെ പേടിയിലാണ്, പ്രയാസത്തിലാണ്. അള്ളാഹു അവർക്കൊക്കെ സമാധാനവും സംരക്ഷണവും നൽകുമാറാകട്ടെ. കാരണക്കാർ ആരാണെന്ന് അള്ളാഹു കട്ടായം പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു വെറുതെ അങ്ങനെ ശിക്ഷിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുകയില്ല. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകൽന്നാലല്ലാതെ. മുഅ്മിനീങ്ങളായ സഹോദരി സഹോദര, എത്ര അകന്നു പോയിട്ടുണ്ട് ജല്ല ജലാലായ അള്ളാഹുവിൽ നിന്ന്. അതുകൊണ്ട് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പരീക്ഷണം ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ഖൗഫ്, പേടിയാണ്, പേടിയാണ്, പേടിയാണ്. വസ്ത്രം ലിബാസൽ ഖൗഫ് എന്നാണ്. ലിബാസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണഞ്ഞ വസ്ത്രത്തിൽ ധരിച്ച വസ്ത്രത്തിന് പറയുന്നതാണ് ലിബാസ്. വസ്ത്രത്തിന് രണ്ട് വർത്തമാനം അറബിയിൽ പറയും. ഒന്ന് സൗബാണ്, രണ്ട് ലിബാസാണ്. സൗബ് എന്ന് പറഞ്ഞാൽ ധരിക്കാത്ത വസ്ത്രത്തിനാണ്. ലിബാസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണഞ്ഞ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനാണ്. ലിബാസൽ ഖൗഫി, ഭയത്തിന്റെ വസ്ത്രം ഞാൻ ധരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇട്ട് അനുഭവിക്കുന്നത് പോലെ അവർക്ക് അനുഭവിപ്പിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പേടിയാൻ. പടച്ചോനെ ഇനി എന്താവുക? നമ്മളെ കാലം എങ്ങനെ കഴിയാ? നമ്മളെ മക്കളെ കാലം എങ്ങനെ ഇനി കഴിയ? പടച്ചോനെ, പട്ടിണി കിടക്കും, പട്ടിണി കിടക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായ സഹോദരി സഹോദര, അള്ളാഹുവിനെതിരെ ചെയ്യരുതേ. എന്താ പരിഹാരം? മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അബൂദർദാ ജദ്ദിദിസ് സഫീനത ഫഇന്നൽ ബഹറ അമീഖ്. അബൂദർദായെ, കപ്പൽ നന്നാക്കി വെച്ചോളൂ, കപ്പൽ പുതുക്കി പണിതോളൂ, കപ്പൽ പുതിയതാക്കി വെച്ചോളൂ. ഫഇന്നൽ ബഹറ അമീഖ്, കടൽ പ്രക്ഷുബ്ധമാണ്. കാലം വളരെ മോശമാണ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ കടന്നു പോകുന്നത്. എന്താ ചെയ്യേണ്ടത്? കപ്പൽ നന്നാക്കി വെച്ചോളൂ, കടൽ പ്രക്ഷുബ്ധമാണ്. പ്രക്ഷുബ്ധമായ കടലിലേക്ക് ഒരു കപ്പൽ ഇറക്കണമെങ്കിൽ ആ കപ്പലിന് കേടുണ്ടാകരുത്, മോശമായ അവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ട് പറയട്ടെ, മോശമായ കപ്പൽ എന്ന് ഉദ്ദേശിക്കുന്നത് കപ്പൽ പുതുതാക്കണം എന്നുള്ള വർത്തമാനം കൊണ്ട് ഹബീബ് ഉദ്ദേശിക്കുന്നത് ഈമാനിനെ പുതുക്കി വെച്ചോളൂ. ഫഇന്നൽ ബഹറ അമീഖ്, കടൽ പ്രക്ഷുബ്ധമാണ് എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ അവസ്ഥ വളരെ പ്രയാസകരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അചഞ്ചലമായ ഈമാന് കൊണ്ടല്ലാതെ ഇനി വരുന്ന കാലത്തെ അതിജീവിക്കാൻ കഴിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് ഹബീബ് പറഞ്ഞതാണ്, യാ അബൂദർദാ ജദ്ദിദി സഫീനത ഫഇന്നൽ ബഹറ അമീഖ്. മോശമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു.
ഈമാനിന് യാതൊരു നിലയും വിലയും കൽപ്പിക്കാത്ത തോന്നിവാസത്തിലൂടെ അള്ളാഹുവിനെതിര് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോ അള്ളാഹുവിനെതിര് ചെയ്യുന്ന കാലത്ത് ജീവിക്കുമ്പോ എന്താ പരിഹാരം? ഈമാൻ നന്നാക്കി വെച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു നടങ്ങലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കാലത്തെ കുറ്റപ്പെടുത്തരുത്. ലാ തസുബ്ബുദ്ദഹ്റ അനദ്ദഹ്റു. നിങ്ങൾ കാലത്തെ കുറ്റപ്പെടുത്തരുത്, ഞാനാണ് കാലമെന്ന് അള്ളാഹു പറയുന്നു എന്ന് മുസ്തഫായ റസൂലുള്ള. കാലമല്ല പ്രശ്നം, നമ്മളാണ് പ്രശ്നം. നമ്മൾ മാറാതെ അള്ളാഹു ജല്ല ജലാലു മാറുമെന്നും വിചാരിക്കുകയേ വേണ്ട. ഈ ആയത്ത് ഓർമ്മ വേണേ. വല്ലറബല്ലാഹു മസലൻ ഖറിയ കാനത്ത് ആമിനതൻ മുത്മഇന്ന യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ ഫകഫറത് ബിഅൻഉമില്ലാഹ് ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ് ബിമാ കാനൂ യസ്നഊൻ. ഈ ആയത്ത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പ്രശ്നം ആയത്ത് പറഞ്ഞിട്ടുണ്ട്, പരിഹാരം പരിശുദ്ധ റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്. ജദ്ദിദി സഫീന, ഈമാൻ പുതുക്കി വെച്ചോളൂ, കപ്പൽ പുതുക്കി വെച്ചോളൂ. കപ്പൽ രക്ഷപ്പെടാനുള്ള വഴിയല്ലേ? കടലിൽ നിന്ന് മനോഹരമായി സുന്ദരമായി രക്ഷപ്പെട്ട് യാത്ര ചെയ്യാനുള്ള വഴിയല്ലേ കപ്പൽ? പ്രക്ഷുബ്ധമായ കടലാകുന്ന സാഹചര്യത്തിൽ നിന്ന് ഈമാനാകുന്ന കപ്പൽ കൊണ്ട് രക്ഷപ്പെട്ടു പോകണം നമുക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഖിദ്മാത്തുകൾ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് സമയം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന വസിയത്തോടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം തവഫനാ വഅഹ്ലനാ മുസ്ലിമീന വഅൽഹിഖനാ വഇയ്യാഹും ബിസ്സാലിഹീൻ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.